ബുക്കിൻ്റെ പേര് ശ്രീനാരായണ ഗുരുവും ശിഷ്യന്മാരും. എഴുതിയിരിക്കുന്ന കൂട്ടുകോയിക്കൽ വേലായുധൻ. പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതത്തിലെ ബഹുമുഖ സംഭവങ്ങളുടെ സംക്ഷിപ്ത വിവരണവും ഗുരുവിനോടുള്ള സത്യപൂർണമായ ത്യാഗജീവിത ശക്തിയും കൊണ്ട് പരമമായി അലങ്കരിച്ചിട്ടുള്ള സന്യാസിവരന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങളും ഒരുപോലെ ഉദാത്തമാക്കുന്ന മഹാഗ്രന്ഥം. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നാഷണൽ ബുക്ക് സ്റ്റാളാണ്. ഇത് 2013 എഡിഷൻ കിടക്കുന്നത്. 2017 കൊടുത്തിട്ടുണ്ട്. 160 രൂപയാണ് പ്രൈസ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നാഷണൽ ബുക്ക് സ്റ്റാൾ 160 രൂപ. ശ്രീനാരായണ ഗുരുവിൻ്റെ അവദാനങ്ങളോട് ബന്ധപ്പെട്ടുള്ള ശിഷ്യന്മാരുടെ ജീവിതകഥകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മതഗ്രന്ഥമാണ് കൂട്ടുകോയിക്കൽ വേലായുധൻ്റെ ശ്രീനാരായണ ഗുരുദേവനും ശിഷ്യന്മാരും. ഗുരുവിനോട് അഗാധമായ ഭക്തിയും ത്യാഗജീവിത വിശുദ്ധിയും ഒരുപോലെ സംഗമിച്ചിരിക്കുന്നു. ഈ ഗ്രന്ഥം സമാജത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണം പ്രസിദ്ധീകരിക്കുന്നു. ഇതിൽ പേജ് നമ്പർ 92 കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 92 എഴുതിയിരിക്കുന്നത് സമ്പൂർണ്ണ 5 അഷ്ടാംഗങ്ങളുടെ അടിയിൽ ഇതേവിധം രേഖകളുള്ള സ്ഥിതിക്ക് അവിടുത്തെ കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ ശിഷ്യനായ അവിടെ വസിച്ചിരുന്ന കാലത്ത് ഈ അഷ്ടങ്ങളെല്ലാം എഴുതി എന്ന് തീർച്ചയാണ്. അതോട് തന്നെ ആയിരിക്കണം സുബ്രഹ്മണ്യ പ്രകീർത്തിക്കുന്ന കവനങ്ങളും രചിച്ചത്. ഭക്തന്മാരെ ഹഠാൽ ആകർഷിക്കുന്നത്ര മഹിമയേറിയ ശിവശതകവും കാളി നാടകവും ചില സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും 1062 മുൻപ് രചിച്ചിരുന്നു എന്ന് തെളിവുണ്ട്. എസ് ടി റെഡ്ഡിയാർ, കൊല്ലം, 3000 കോപ്പി ശിവശതകവും സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും കാളി നാടകവും അടങ്ങുന്ന പുസ്തകം 1062 എന്ന ആണ്ട് വെച്ച് അച്ചടിച്ച ഒരു പുസ്തകം എൻ്റെ കൈവശമുണ്ട്. ശിവശതകം മണിപ്രവാളം എന്നു പേരുള്ള ഈ പുസ്തകം ലോകോപകാരാർത്ഥം നാണുസ്വാമിയാൽ ഉണ്ടാക്കപ്പെട്ടതെന്ന് പ്രകാശകൻ എസ് സി റെഡ്ഡിയാരുടെ പ്രസിദ്ധീകരണത്തിൽ കാണുന്നു. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ കവിതകളെല്ലാം ഭക്തന്മാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി എസ് ടി റെഡ്ഡിയാരെ ആരോ എങ്ങനെയോ ഏൽപ്പിച്ചിരിക്കണം എന്നാണ്. ഭക്തന്മാർക്കായി റെഡ്ഡിയാർ പ്രസിദ്ധം ചെയ്യുകയും ചെയ്ത പഴയ കാലത്ത് കാവടി പാട്ടുകാർക്ക് അവിടുത്തെ സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ എസ് ടി റെഡ്ഡിയാർ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു. അവർ പാടി. നാരായണ ഗുരുദേവനോ ഒട്ട് ആദ്യകാല ശിഷ്യന്മാരിൽ ഒരാളായ സംഗീത സ്വാമികൾ പോലെയോ സുഗുണാനന്ദ സ്വാമി ഈ കവിതകൾ പ്രകാശിപ്പിക്കുവാൻ മനസ്സെടുത്തിരുന്നില്ല. ഇതാണ് അതിനകത്ത് പറയുന്നത്. താങ്ക് യു.